വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടെ നിലനിൽക്കുക എന്നത് ഒരു വലിയ പ്രതിസന്ധി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, പഴയ നിയമ ചരിത്രത്തിലും പുതിയ നിയമ ചരിത്രത്തിലും വിശ്വാസത്യാഗം, വിശ്വാസത്തിൻ്റെ മൂല്യച്യുതി, വിശ്വാസത്തിൻ്റെ തകർച്ച സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കാലത്ത് ദൈവിക അത്ഭുതം പ്രാപിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ഒരു കൂട്ടം ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അവർ ദൈവത്തെ ആരാധന മറന്ന് മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായി തുടങ്ങി. മോശ ആ സമയത്ത് സീനായി മലയിൽ ദൈവകൽപ്പന പ്രാപിക്കേണ്ടതിന് ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവഭക്തി വിട്ട് ജനം മാറിപ്പോകുന്നത് കണ്ട് മോശ വളരെ ദുഃഖിക്കുവാനിടയായി തീർന്നു. സീനായി പർവ്വതത്തിൽ നിന്ന് താൻ ഇറങ്ങി വന്നപ്പോൾ വളരെ കോപവും ദേഷ്യവും തോന്നി. ആ സമയത്ത് പുറപ്പാട് പുസ്തകം 32 അധ്യായം അതിൻ്റെ 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മോശ പാളയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അതെ, മൂല്യച്യുതി സംഭവിക്കുന്ന കാലയളവിൽ തെറ്റിനെ തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ, ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ, ദൈവിക വ്യവസ്ഥിതിയെ മുറുകെ പിടിക്കുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. മോശ ഒരു ആഹ്വാനം കൽപ്പിച്ചപ്പോൾ ലേവ്യർ ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായി തീർന്നു. പിന്നത്തേതിൽ അവർക്ക് വലിയ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി. ഇന്ന് നാം ജീവിക്കുന്ന തലമുറ ആത്മീക മൂല്യച്യുതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യലാഭത്തിനും സ്വയം ലാഭത്തിനും വേണ്ടി എന്തൊക്കെയോ ശ്രമിച്ച് ഓടി അധ്വാനിച്ച് പേരെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വലിയൊരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. അത് ഇന്നത്തെ ആത്മീക മൂല്യങ്ങളെ തകർത്ത് കളയുന്നു എന്ന് നാം മറന്നു പോകരുത്. എന്നാൽ ദൈവസന്നിധിയിൽ ഭക്തിയോടെ യഹോവയുടെ പക്ഷത്ത് ലേവിയും കൂടെയുള്ളവരും നിന്നതുപോലെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ നാമും തയ്യാറാകേണ്ടിയിരിക്കുന്നു. പ്രതികൂലങ്ങളും കഷ്ടങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ ദൈവഭക്തന്മാരാകുന്ന അനേകർ പീഡകൾ അനുഭവിച്ചു കൊണ്ടിരുന്നെങ്കിലും അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയില്ല. നന്മയാകട്ടെ തിന്മയാകട്ടെ, കഷ്ടങ്ങളാകട്ടെ പ്രതികൂലങ്ങളാകട്ടെ, ഇവയൊന്നും ദൈവഭക്തി വിട്ട് പിന്മാറിപ്പോകുവാൻ അനേക ഭക്തന്മാരെ അനുവദിച്ചില്ല. കാരണം അവർക്ക് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, യെശയ്യാപ്രവചനം 26 അധ്യായം അതിൻ്റെ 3 വാക്യം വായിക്കുമ്പോൾ, സ്ഥിരമാനസ്ഥൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അതെ, സ്ഥിരതയോടെ ഉറപ്പോടെ ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് ദൈവമക്കളായി ജീവിക്കുക എന്നത് നമുക്കൊരു ദൗത്യമായി മാറണം. എന്തെങ്കിലും കാര്യലാഭത്തിനു വേണ്ടി, ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവഭക്തിയെയും വിശ്വാസത്തെയും ദൈവവചനത്തിൻ്റെ സത്യത്തെയും ത്യജിച്ച് കളഞ്ഞ് ജീവിക്കുന്നവരായിട്ടല്ല, പിന്നെയോ ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം നാം ഈ നാളുകളിൽ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതെ, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്നുള്ള ആഹ്വാനം ഏറ്റെടുത്ത് ദൈവനാമത്തിൽ ഉറപ്പോടെ നിൽപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.